ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലാണിത്. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് പാലിൻ്റെ ബോട്ടിലാണ് കേട്ടോ. പാലിൻ്റെ കുറച്ച് വലിയ ബോട്ടിലാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് പ്ലാസ്റ്റിക് ബോട്ടിലും പിന്നെ ഒരു പേന മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ മാർക്കർ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മാർക്ക് ചെയ്യരുത് കേട്ടോ, പിന്നെ മായ്ച്ച് കളയാൻ പാടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. നമുക്ക് എത്രയാണോ കട്ട് ചെയ്യാൻ വേണ്ടത് അത്രയും ഭാഗം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തില്ലെന്നുള്ള പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റില്ല, ഷേപ്പൊക്കെ മാറിപ്പോവും. അപ്പോൾ അതാ രണ്ട് സൈഡിലും ഇങ്ങനെ രണ്ട് വളയം കൂടെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ ഇതുപോലെയുള്ള നല്ല മൂർച്ചയുള്ളൊരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി നല്ല മൂർച്ചയുള്ള കത്തിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഉള്ള കത്തികൾ 10 രൂപയേ ഉള്ളൂ കേട്ടോ ഈ ഒരു കത്തിക്ക്, എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ സൂക്ഷിച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പിടിയുടെ ഭാഗം വളച്ചാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഭാഗം ഭംഗിയായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ചുമ്മാ റഫായിട്ടൊന്ന് കട്ട് എടുത്തിരിക്കുവാണ്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. ഒരു വൃത്തിയില്ലാത്ത ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സിസേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സിസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെയൊക്കെ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ പിടിയുടെ മിഡിൽ ഭാഗവും കളഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പോൾ രണ്ട് നല്ല അടിപൊളി പിടിയും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഓർഗനൈസർ പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം, പക്ഷേ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. ബോട്ടിൽ കീറി ഉണ്ടാക്കിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ ഒരു ക്ലോത്ത് എടുക്കാം. ഇത് എൻ്റെ പഴയ ഒരു ടോപ്പാണ് ജീൻസിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒട്ടിക്കാമെന്ന്. കുറച്ച് ഭംഗിയൊക്കെയുള്ള ക്ലോത്ത് ഒട്ടിക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിക്കുവാണ്. നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ചുളിവുകളൊന്നും വീഴാതെ നന്നായിട്ട് വലിച്ചൊട്ടിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഇരിക്കും. പ്രത്യേകിച്ചും ക്ലോത്തൊക്കെ നന്നായിട്ട് പ്ലാസ്റ്റിക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ട് ഗ്ലൂ ഗണ്ണാണ് നല്ലത്. ഉണങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തേച്ചിടം തന്നെ നന്നായിട്ട് അപ്പം തന്നെ ഡ്രൈ ആയിട്ട് വരും. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ സിമ്പിളായിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഇങ്ങനെ കുറച്ച് തേച്ചതിന് ശേഷം ഒട്ടിക്കുവാണ്. നമ്മൾ എല്ലാ ഭാഗത്തും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ, സൈഡുകളിലൊക്കെ മാത്രം തേച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് വെക്കുന്ന തുണി നല്ല ബോർഡർ ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പോൾ ഞാൻ മടക്കി തയ്ച്ച ആ ഒരു ഭാഗമാണ്, അതായത് നമ്മുടെ ഡ്രസ്സിൻ്റെ താഴ്ഭാഗം വരുന്ന ഒരു ഭാഗമാണ് ഞാൻ ഈ ഒരു സൈഡിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വൃത്തിയായിട്ടിരിക്കും. നമ്മൾ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത ഭാഗമാണ് നമ്മൾ ഈ ഒരു സൈഡിൽ വെക്കുന്നതെങ്കിൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ വളച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തുണിയുടെ ഇടയ്ക്കിടയ്ക്ക് തേച്ച് കൊടുക്കണം, ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് തേച്ച് പെട്ടെന്ന് ഒട്ടിച്ച് കഴിയും. ഒരു 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഫുള്ള് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒട്ടിക്കുവാണ്. അപ്പോൾ ഈ തുണി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടും കാണാൻ നല്ല ഭംഗിയായതുകൊണ്ടും ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എങ്കിലേ നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ബാക്ക് ഭാഗം കൂടെ നമുക്ക് ഒട്ടിക്കാം. ബാക്ക് ഭാഗം ഇവിടെ എക്സ്ട്രാ കിടക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സിസേഴ്സ് വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഒട്ടിക്കാം. ഈ ഒരു ഭാഗം ഒട്ടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. കുറച്ച് ഗ്ലൂ നന്നായിട്ട് തേച്ചതിന് ശേഷം ഇങ്ങനെ ചെറിയ പീസായിട്ട് വളച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒട്ടിക്കാം. എക്സ്ട്രാ തുണി ഒട്ടും കിടക്കരുത്. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇതുപോലെ കറക്കി ടൈറ്റായിട്ട് വേണം ഒട്ടിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ലൂസായിട്ടിരുന്നാൽ കാണാനൊരു വൃത്തി ഉണ്ടായില്ല. അപ്പോൾ ഞാനിപ്പോൾ നല്ല ടൈറ്റായിട്ട് വലിച്ചാണ് ഒട്ടിക്കുന്നത്. പ്രത്യേകിച്ച് റൗണ്ട് ഷേപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടിക്കുക തന്നെ വേണം, എങ്കിലേ കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ മിക്കവാറും ബോട്ടിലൊക്കെ റൗണ്ട് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് കുറച്ച് വലിയ ബോട്ടിലാണ്, ഒരു 3 ലിറ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ വലിയ ബോട്ടിലൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളിങ്ങനെ എടുത്ത് വെക്കുക. പ്രത്യേകിച്ചും വണ്ടിക്ക് ഓയിൽ മേടിക്കുന്ന ക്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാല് വാങ്ങിക്കുന്നതോ ഒക്കെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ വേറൊരു പീസ് വട്ടത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് മുകളിൽ വെച്ചിട്ട് നമുക്കങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ആ ഒരു നമ്മൾ മടക്കി വെച്ച ഭാഗമൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വട്ടത്തിന് ഒരു പീസും കൂടെ വെക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി, പക്ഷേ വെച്ചാൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഇരിക്കും, നല്ല ഫിനിഷിങ് കിട്ടും. അടിഭാഗമാണ് എന്തായാലും, എങ്കിലും നമ്മൾ വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. ഇനിയുള്ളത് ഈ പിടിയാണ്. ഉൾഭാഗം നമ്മളൊന്നും ചെയ്യുന്നില്ല, വൈറ്റായിട്ട് തന്നെ കിടന്നോട്ടെ. ആ ഡിസൈനൊക്കെ ഉള്ളിൽ തന്നെ കാണുന്നുണ്ട്. അപ്പം ഈ പിടി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ തുണി തന്നെ കനം കുറച്ചിട്ട് നീളത്തിനൊരു റിബൺ പോലെ കട്ട് ചെയ്തെടുത്തിരിക്കുവാണ്. കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്.
അപ്പം കുറച്ച് ഗ്ലൂ ഗൺ നിന്ന് കുറച്ച് ഗ്ലൂ ഇവിടെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ടൈറ്റായിട്ട് വെച്ചിട്ട് ഒരു സൈഡ് മടക്കിയതിന് ശേഷം നമ്മുടെ റിബണൊക്കെ ചുറ്റില്ലേ, അപ്പോൾ അതുപോലെ ടൈറ്റായിട്ട് ഈ ഒരു പിടിയിൽ ഇങ്ങനെ ഈ ഒരു തുണി വെച്ചിട്ട് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് ഒട്ടിച്ചിട്ടാണ് ചുറ്റുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിക്കുമ്പോൾ ഇതങ്ങ് ഇളകി വരും, അതുപോലെ വൃത്തിയായിട്ട് ഇരിക്കത്തുമില്ല. അപ്പോൾ ആദ്യത്തെ ഭാഗം നമ്മളിങ്ങനെ ചെയ്തിട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ നമ്മൾ ആദ്യം 2 ചുറ്റി ചുറ്റുക, അതിനുശേഷം വീണ്ടും ഗ്ലൂ ഗൺ തേക്കുക, വീണ്ടും ചുറ്റുക, അങ്ങനെയാണ് കേട്ടോ ഒട്ടിക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ ഗൺ തേക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിക്കുമ്പോൾ ഈ തുണി മാറുമ്പോൾ വൈറ്റ് കാണും. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ ഗൺ തേച്ചിട്ട് ഒട്ടിക്കുന്നത്. അപ്പം ഈ റിബൺ പോലെ വലിച്ച് വലിച്ച് ഒട്ടിച്ചാൽ മതി. നിങ്ങൾക്ക് ഇനി ഈ തുണി ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാറ്റൻ റിബൺ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു എപ്പോഴും ഈ ഒരു തുണി തന്നെ ചെയ്താൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് കാണാനും കുറച്ച് നന്നായിട്ട് ഇരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഫുള്ള് ഒട്ടിക്കേണ്ടത്. അപ്പോൾ 2 പിടിയും ഒരേപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അതാ ഈ ഒരു പിടി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ഒട്ടിക്കുന്ന സമയത്ത് എക്സ്ട്രാ ഉള്ള ഭാഗമൊക്കെ പുറത്ത് കാണാത്ത രീതിയിൽ വേണം മുറിച്ച് കളയേണ്ടത്. മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ സിസേഴ്സ് വെച്ച് എക്സ്ട്രാ ഉള്ളത് മുറിച്ച് കളഞ്ഞാൽ മതി. നമുക്ക് മറ്റേ പിടിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഇനി ഈ ഒരു സൈഡിലും കുറച്ച് ഗ്ലൂ തേക്കുക. ഈ ഹോട്ട് ഗ്ലൂ ഗൺ തന്നെയാണ് ഞാൻ തേക്കുന്നത്. എന്നിട്ട് മടക്കി അങ്ങോട്ട് ഒട്ടിക്കുക. ഇപ്പം പിടിയിൽ വൈറ്റ് ഒട്ട് കാണുന്നില്ല, ഉൾഭാഗത്ത് മാത്രമേ കാണുന്നുള്ളൂ. അവിടെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലാതെ തന്നെ വൃത്തിക്കിരിക്കുക. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ അകത്തിട്ട് വയ്ക്കുവാണല്ലോ, അപ്പോൾ എന്തായാലും കാണില്ല. അപ്പോൾ നല്ല വൃത്തിയുള്ളൊരു പിടിയായിട്ടുണ്ട് അല്ലേ. ഇനി ഈ ഒരു പിടിയും ഇതുപോലെ തന്നെ ഒരു റിബണിൻ്റെ പീസ്, അതായത് നമ്മുടെ ഈ ഒരു തുണിയുടെ പീസ് വെച്ച് മുറിച്ച് ഒട്ടിച്ചതായി ഇതുപോലെ എടുത്താൽ മതി. 2 പിടിയും ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞൊരു ബാസ്ക്കറ്റ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാസ്ക്കറ്റ് ആയിട്ടുണ്ട്. ഈ ബാസ്ക്കറ്റ് നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയൊരു ഉപയോഗം. നമുക്ക് അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ സോക്സൊക്കെ ഇട്ട് വെക്കാം, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാം. പക്ഷേ പിന്നെ ഫ്ലവേഴ്സ് ഇട്ട് ഒരു നല്ല കൂടെയായിട്ട് വെക്കാം. അതിന് എല്ലാത്തിനേക്കാളും നല്ലത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മാസ്കുകൾ, നമ്മുടെ കയ്യിൽ ക്ലോത്ത് മാസ്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളത് വാഷ് ചെയ്തായിരിക്കും ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മളത് ഹാങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹാങ് ചെയ്യുമ്പോൾ എപ്പോഴും പൊടി പിടിക്കും. നമ്മൾ മൂക്കിൽ വെക്കുന്നതല്ലേ, അപ്പോൾ പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞ് ബാസ്ക്കറ്റിനകത്തിട്ട് സൂക്ഷിക്കാം. നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റ് നമ്മുടെ കബോർഡിനകത്തോ മറ്റോ വെച്ച് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും മാസ്ക് എടുക്കുകയും ചെയ്യാം, അതുപോലെ വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ക്ലോത്ത് മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരുപാട് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തും സ്റ്റിച്ച് ചെയ്യാതെയും ഒക്കെ എങ്ങനെ മാസ്ക് ഉണ്ടാക്കുന്നുള്ളത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ആ മാസ്കിൻ്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എൻ്റെ ഡ്രസ്സിന് മാച്ചായ ഒരുപാട് മാസ്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ബാസ്ക്കറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ പെട്ടെന്ന് ചെയ്തു നോക്കുക. വളരെ സിമ്പിളാണ്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്